എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പാരലൽ ലൈൻസ് എന്ന അധ്യായത്തിലെ 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ചോദ്യം: ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 8 സെന്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദി റേഷ്യോ 1:2. 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് അതിനെ 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പ്രോപ്പർട്ടി ഓർമ്മയുണ്ടാവുമല്ലോ. എന്താണ് പറഞ്ഞത്? Parallel lines cut any two lines in the same ratio. ആ ഒരു 3 പാരലൽ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യുന്ന ഏതൊരു ലൈനെയും അത് ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതാ നോക്കിക്കോളൂ. ആദ്യം 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. ലൈൻ ഓഫ് ലെങ്ത് 8 സെന്റിമീറ്റർ ഇസ് ഡ്രോൺ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെയാണ് നമുക്ക് 1:2 എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ പാർട്ടാക്കിയാൽ 1 പാർട്ടും 2 പാർട്ടും. അപ്പോൾ അതിന് പകരം നമ്മൾ മറ്റൊരു ലൈൻ വരയ്ക്കും, ഒരു ചെരിഞ്ഞ ലൈൻ. അപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൽ നമ്മൾ 1 + 2 3 ഈക്വൽ പാർട്സ് അടയാളപ്പെടുത്തും. അപ്പോൾ 3 ഈക്വൽ പാർട്സ് 1 2 3 കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഈക്വൽ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ ഡിസ്റ്റൻസും ഈക്വൽ ആകാത്ത കാര്യത്തിൽ 3 ഈക്വൽ പാർട്ട്. നമുക്ക് വേണ്ട 1:2 ആണ്. അപ്പോൾ ഈ 3 ഈക്വൽ പാർട്ടിൽ 1 പാർട്ട് ഇത്, 2 പാർട്ട് ഇത്. അപ്പോൾ ഇവിടെ വെച്ച് മുറിക്കണം. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുക. ഈ തേർഡ് പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈന് പാരലലായിട്ട് ഈ പോയിന്റിലൂടെ ലൈൻ വരയ്ക്കും. അപ്പോൾ കണ്ടോ, ഈ 2 ലൈൻസ് പാരലാണ്. ഇത് 1:2 എന്ന റേഷ്യോ ആണ്. അപ്പോൾ ഇതും 1:2 എന്ന റേഷ്യോ ആയിരിക്കും. അതായത് നമുക്ക് ഇതറിയാം, നമ്മൾ നോൺ ഡിസ്റ്റൻസ് എടുത്തു. അതായത് ഇത് 1 1 1 അങ്ങനെ എടുത്തിട്ട് 1:2 എന്നായി. അപ്പോൾ ഇത് 1:2 ആയതുകൊണ്ട് ഇതിനെയും 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു, രണ്ടും പാരലൽ ആയതുകൊണ്ട്. അപ്പോൾ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഈ ലൈനെ 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 സെന്റിമീറ്റർ ആൻഡ് സൈഡ്സ് ഇൻ ദി റേഷ്യോ 5:3. 5:3 എന്ന റേഷ്യോയിൽ എന്ത് വരണം? റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡിനെ കൂടി ലെങ്ത് ആണ്. അതായത് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. അപ്പൊ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എത്ര എന്ന് പറയുന്നത്? 30. അപ്പോ 30 എന്ന് പറയുന്നത് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 30യുടെ ഹാഫ് 15 വരും. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 15 ആണ്. ആ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് 5:3. അപ്പൊ നമുക്ക് ഈ 15നെ 5:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ 15 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ വരയ്ക്കുന്നു. ഇനി ഈ ലൈനെ 5:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോലെ ഒരു ചെരിഞ്ഞ ലൈൻ വരയ്ക്കുന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ലൈനിൽ 5 + 3 8 ഈക്വൽ പാർട്സ് അടയാളപ്പെടുത്തുന്നു. 1 2 3 4 5 6 7 8. അതിന് 5th പാർട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് 5 പാർട്ടും ഇത് 3 പാർട്ടും. അപ്പോൾ 5:3. അപ്പോൾ ലാസ്റ്റ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇത് 5:3. അപ്പോൾ ഈ 5th പോയിന്റിലൂടെ ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ കണ്ടോ, ഇത് 5:3 ആയതുകൊണ്ട് ഇതും 5:3 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ഇതും ബ്രെഡ്ത്ത് ഇതുമാണ്. കാരണം ഈ ലൈന് പാരലായിട്ട് ഇത് വരച്ചപ്പോൾ ഇത് 5:3 എന്ന റേഷ്യോ ആയതുകൊണ്ട് ഇതും 5:3 എന്ന റേഷ്യോയിൽ ആയിരിക്കും. ആ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിന്റെ ലെങ്ത് ആയിട്ട് വരുന്ന ഈ ഡിസ്റ്റൻസും ബ്രെഡ്ത്ത് ആയിട്ട് വരുന്ന ഈ ഡിസ്റ്റൻസും. അപ്പോൾ ലെങ്ത് ഇത് തന്നെ എടുത്തു, ബ്രെഡ്ത്ത് അപ്പോൾ അത് ഈ ഡിസ്റ്റൻസ് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു. അതിൽ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. അതുപോലെ ഈ വശത്തും പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ ഡിസ്റ്റൻസ് തന്നെ ഇവിടെയും വരച്ചു. അപ്പോൾ കൂട്ടി വരച്ചു. അപ്പോൾ ദിസ് ഈസ് ദി റിക്വയർഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ വരച്ചത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് ലെങ്ത് എടുത്തു, ബ്രെഡ്ത്ത് ഇത്ര എടുത്ത് ഇങ്ങോട്ട് വെച്ചു. ആ ബ്രെഡ്ത്ത് തന്നെ ഇവിടെയും വെച്ചു. അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം, കൂട്ടി വരയ്ക്കണം. അപ്പോൾ ദിസ് ഈസ് ദി റിക്വയർഡ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 30 ആയിരിക്കും. അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും കൂടി കൂടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 15 സെന്റിമീറ്റർ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, വേറെ ഒരു ചോദ്യം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 10 സെന്റിമീറ്റർ വിത്ത് സൈഡ്സ് ഇൻ ദി റേഷ്യോ 2:3:4. ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ല. നേരത്തെ നമ്മൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട് 2:3:4.
4. ടോട്ടൽ പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ 3 സൈഡും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ ആ 3 സൈഡും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ അതിനെ ഈ റേഷ്യോയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 സൈഡ്സും കിട്ടും. അപ്പോൾ 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. ഈ ലൈന് ചെരിഞ്ഞ് ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? 2ഉം 3ഉം 2 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്റർ എടുത്താൽ മതി. അല്ലെങ്കിൽ 2 + 3 5 + 4 9 ഈക്വൽ പാർട്ട് എടുത്താൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സെന്റിമീറ്റർ എടുത്താലും മതി. അപ്പൊ ഇത് 2 സെന്റിമീറ്റർ എടുത്തു, ഇത് 3 സെന്റിമീറ്റർ എടുത്തു, ഇത് 4 സെന്റിമീറ്റർ എടുത്തു. അപ്പോ ഇത് 2:3:4 ആണല്ലോ. 4th പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോ ഇതിന് പാരലായിട്ട് ഇതിലൂടെ ഒരു ലൈൻ വരയ്ക്കുക, ഇതിലൂടെ ലൈൻ വരയ്ക്കുക. അപ്പോൾ കണ്ടോ, ഇത് 2:3:4 ആയതുകൊണ്ട് ഇതും 2:3:4 ആയിരിക്കും. ഇതാണ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, ഇത് അടുത്ത സൈഡ്, ഇത് അടുത്ത സൈഡ്. അപ്പൊ ഈ ലെങ്ത് ഒരു സൈഡായിട്ടും ഈ ലെങ്ത് മറ്റൊരു സൈഡായിട്ടും ഈ ലെങ്ത് തേർഡ് സൈഡായിട്ടും നമുക്ക് ട്രയാങ്കിൾ വരച്ചാൽ മതി. അപ്പൊ ട്രയാങ്കിളിന്റെ 3 സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പൊ അതേ നോക്കുക, ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയോളൂ. ഇവിടെ കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഒരു ആർക്ക് വരച്ചു. ഈ ആർക്ക് ചെറുതായിട്ട് വരച്ചാലും മതി, അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചതേ ഉള്ളൂ. ഇവിടെ കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പോൾ ആ 2 ആർക്ക് കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് ഈ തേർഡ് സൈഡ് ഇതാ ജോയിൻ ചെയ്തു. ദിസ് ഈസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ. ഈ ലെങ്ത് എന്ന് പറഞ്ഞാണ് ഇത്, ഈ ലെങ്ത് എന്ന് പറഞ്ഞാണ് ഇത്. അപ്പോൾ ഈ 3 സൈഡും കൂടി കൂടുന്ന 10 സെന്റിമീറ്റർ ആയി. അപ്പോൾ 3 സൈഡും കിട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ദിസ് ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. ഓക്കെ, ക്ലിയർ ആയ വേണ്ടത്? ആ ട്രയാങ്കിൾ മാത്രം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾ വരും. ഇതിന് മുമ്പ് നമ്മൾ വരച്ചതിൽ 3 സൈഡ് ഈക്വൽ ആയിരുന്നു, ഇവിടെ 3 സൈഡ് ഡിഫറെന്റ് ആണ്. അത്ര ഉള്ളൂ വ്യത്യാസം. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. Draw a rectangle of perimeter 15 cm with sides in the ratio 3:4. റെക്ടാങ്കിൾ വരയ്ക്കുക. നമ്മളിവിടെ കുറച്ച് മുമ്പ് വരച്ചിരുന്നു. സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4 ആണ്. പെരിമീറ്റർ 15 സെന്റിമീറ്റർ. അപ്പൊ പെരിമീറ്റർ 15 സെന്റിമീറ്റർ ആകുമ്പോൾ ലെങ്ത് വൃത്തം കൂടി കൂട്ടി എത്ര വരിക? പെരിമീറ്ററിന്റെ ഹാഫ്, 15ന്റെ ഹാഫ് 7.5 സെന്റിമീറ്റർ മതി അല്ലെ? നമ്മൾ നേരത്തെ ഇവിടെ വെച്ചതുപോലെ 2 ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അവിടെ 15 എന്നാണ് എടുക്കുക. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 15/2 7.5. അപ്പോൾ 7.5 ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചു. അതിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു. അതിൽ നമ്മൾ 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും അടയാളപ്പെടുത്തി. അപ്പോൾ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇതിന് പാരലായിട്ട് 3 സെന്റിമീറ്റർ എന്ന പോയിന്റിലൂടെ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. ഈ 3 സെന്റിമീറ്റർ പാരലായിട്ട് ഈ ലൈന് പാരലായിട്ട് ഈ 3 സെന്റിമീറ്റർ എന്ന പോയിന്റിലൂടെ ലൈൻ വരച്ചു. അപ്പൊ അങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ ഇത് 3:4 ആയതുകൊണ്ട് ഇതും 3:4 ആണ്. റേഷ്യോ ആണ് കേട്ടോ ഈക്വൽ. ഇത് 3 ആയതുകൊണ്ട് ഇത് 3 എന്നല്ല അർത്ഥം. ഈ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ 3:4 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ 3:4. അപ്പോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത് ഇത്, ബ്രെഡ്ത്ത് ഇത്. അപ്പൊ ആദ്യം ചെയ്തതുപോലെ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാം. ആദ്യം ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. കാരണം റെക്ടാങ്കിളിന്റെ ആംഗിൾസ് ഒക്കെ 90 ആണ്. പിന്നെ ഇതാണ് ബ്രെഡ്ത്ത് ആയിട്ട് വരേണ്ടത്. ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് വെച്ചു. ആ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വെച്ചതായിട്ട് കാണിച്ചതാണിത്. ഇതാണ് ഈ ഡിസ്റ്റൻസ്. ഇതേ ഡിസ്റ്റൻസ് ഇവിടെ വെക്കണം, എന്നിട്ട് കൂട്ടി വരയ്ക്കുക. സോ ദിസ് ഈസ് ദി റിക്വയർഡ് റെക്ടാങ്കിൾ. കാര്യം മനസ്സിലായോ? അപ്പോൾ 4 ചോദ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം. എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.